അർജന്റീന പ്രാവശ്യം കപ്പടിക്കുന്ന തന്നെയാണ് നമ്മളെ സാധ്യതയുള്ളത്. മെസ്സിയുടെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ജയം പ്രയാസമായിരിക്കും. ഫിഫയും അർജന്റീനയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ച് നോക്കിയാൽ അർജന്റീനയ്ക്ക് തന്നെ കിട്ടാനാണ് ചാൻസ്. അർജന്റീന നമ്മളെ ഫാനാണ്, മനസ്സിനുള്ളിലുള്ള ഫാനാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ബാക്കിയുള്ളത്. ഇത്തവണ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നിലവിലെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനുമാണ്. സ്പെയിൻ നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ്. അർജന്റീന കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരുമാണ്. അങ്ങനെ രണ്ട് ഭൂഖണ്ഡങ്ങളിലെ ചാമ്പ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ശ്യാം. എന്താണ്, സുഖല്ലേ? സുഖമാണ്. എന്താ സാധ്യത എന്താണ്? ഞാൻ ഇപ്രാവശ്യത്തെ അർജന്റീനയുടെ കളിയാണ് നമുക്കൊക്കെ താല്പര്യം. നമ്മുടെ ടീം അതല്ലെങ്കിലും ഇപ്പം അർജന്റീനയോടാണ് കുറച്ച് താല്പര്യമുള്ളത്. ഒരു ശക്തമായൊരു കോർഡിനേഷൻ ഇപ്രാവശ്യം അർജന്റീനയ്ക്ക് ഉണ്ട്. പിന്നെ അവസാനം ഒരു 20 മിനിറ്റാണ് അർജന്റീന യഥാർത്ഥ കളി പുറത്തെടുക്കുന്നത്. അതിലാണ് ഗംഭീരം. അതിപ്പോൾ എത്ര ഗോള് അർജന്റീനക്ക് കിട്ടിക്കഴിഞ്ഞാലും തിരിച്ചടിക്കാൻ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് മതി അർജന്റീനക്ക്. അതിൽ അർജന്റീന ജയിക്കും. അർജന്റീന പ്രാവശ്യം കപ്പടിക്കുന്ന തന്നെയാണ് നമ്മളെ സാധ്യതയുള്ളത്. ഈ മറ്റൊരു കാര്യമേ, PS ശ്രീധരൻപിള്ള ഗോവ ഗവർണറായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗമായിട്ടുള്ള ആളാണ് ശ്യാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു ഫുട്ബോൾ പ്രണയം എങ്ങനെയാണ്? ശ്രീധരൻപിള്ള സാറ് ഫുട്ബോൾ പ്രണയം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സാറിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. സാറിൻ്റെ ടീം ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സാറിന് താല്പര്യമാണ്, എല്ലാ കാര്യങ്ങളോടും താല്പര്യമാണ്. അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടീം ഇതല്ല, അർജന്റീനയല്ല, പക്ഷേ ഇഷ്ടം അർജന്റീനയോടെ. ഏതാ ടീം? ബ്രസീലാണ് ടീം. പക്ഷെ എന്ത് ചെയ്യാനാണ്, പുറത്തായിപ്പോയി, ഒരു രക്ഷയില്ല. പക്ഷേ അർജന്റീനയോടാണ് ഇപ്പോൾ കുറച്ച് താല്പര്യം. ഇപ്പോഴത്തെ ഒരു ഫിഫയും അർജന്റീനയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ച് നോക്കിയാൽ അർജന്റീനയ്ക്ക് തന്നെ കിട്ടാനാണ് ചാൻസ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കളി തന്നെ റെഡ് കാർഡ് കിട്ടേണ്ട ഒരു പ്ലെയറാണ് മെസ്സി. അൾജീരിയക്ക് എതിരെയുള്ള കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഫിഫന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാണോ അർജന്റീന ഫൈനലിൽ? നിങ്ങൾ അവരുടെ ഇപ്പോൾ വരെയുള്ള അവർ ചെയ്ത ഫൗളിന് അവർക്ക് കിട്ടുന്ന നല്ല കളിയാണ്. അത് കളിച്ചത് നല്ല കളി, അത് ഡൗട്ടില്ല. പക്ഷേ ഇന്നലത്തെ കളിയും ഈവൻ സ്വിറ്റ്സർലാൻഡിനെതിരെ കളിച്ച കളിയിലും വലിയ പ്രശ്നങ്ങളില്ല. ഈവൻ പക്ഷേ ഇന്നലത്തെ കളിയിലും ഫസ്റ്റ് ഗോൾ, അത് ഇന്നലത്തെ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമിഫൈനൽ അതിൽ അവർ എന്നാലും ആ ഫസ്റ്റ് ഗോളെന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് ഫസ്റ്റ് ഗോളെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി പിന്നെ ഇത് ഫസ്റ്റ് ഗോൾ അലൗഡ് ആവേണ്ടതല്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓഫ് സൈഡ്, മെസ്സി ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ അതിൽ VAR പോകാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അതിൻ്റെ ഈ റഫറിക്ക് സ്വയം തീരുമാനിക്കാമല്ലോ. പക്ഷെ അവർ പുള്ളി തീരുമാനിക്കുന്നില്ലല്ലോ. കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് 100% പറയാൻ പറ്റും. കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ ബ്രസീൽ ഫാൻ തന്നെയാണ്. ഒടുവിൽ ആ സത്യം പുറത്തു വന്നു. നമ്മൾ ബ്രസീൽ ഫാനാണ്. പക്ഷെ എന്നും വെച്ച് മെസ്സി എന്ന ലെജൻഡിനെ നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. മെസ്സി ഗോട്ടാണെന്ന് ബ്രസീലുകാർ ഒരു നമ്മളിപ്പോൾ മെസ്സി ഗോട്ടല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മെസ്സി ഗോട്ടല്ലാണ്ടാവില്ലല്ലോ. ബട്ട് മെസ്സി ഉൾപ്പെടെ ഈ വക അഡ്ജസ്റ്റ്മെന്റിന് കൂട്ടു നിൽക്കുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് വേൾഡ് കപ്പ് നോക്കി കഴിഞ്ഞാൽ ഫൈനലിൽ ഏതാ ടീം? ഫൈനൽ സ്പെയിനും അർജന്റീനയാണ്. ഈ ലെവലിലാണ് അർജന്റീനയ്ക്കുള്ളത്. എൻ്റെ ടീം അങ്ങനെയൊന്നുമില്ല. അർജന്റീന ഈ വക ഇത്ര ഉടായ്പ് കാണിക്കുന്നതുകൊണ്ടും ഫിഫ അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടും സ്പെയിൻ ജയിക്കണമെന്നാണ്. അപ്പോൾ അർജന്റീനക്കാർ പറയുന്നത് ബ്രസീൽ ഫാൻസ് എങ്ങനെ പറയുന്നു? ബ്രസീൽ ഫാൻസ് എന്നല്ല, നിങ്ങൾ അല്ല ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അർജന്റീനയ്ക്ക് സപ്പോർട്ടായിരുന്നു. കാരണം 88 വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 34 ഇയേഴ്സായി അവർക്കൊരു അപ്പോഴും സപ്പോർട്ട് 100% സപ്പോർട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു യൂറോപ്യൻ കൺട്രിക്ക് കിട്ടുന്നേക്കാൾ എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടം ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിക്ക് കപ്പ് കിട്ടുന്നത് 100%. ഈ ഫൈനലിൽ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? ഈ ഫൈനലിൽ അങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയും ഫിഫയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയും എക്സ്പോസ് ആയി കഴിഞ്ഞു. അത് നിങ്ങൾ സോഷ്യൽ മീഡിയ, ഞാൻ കേരളമല്ല, നിങ്ങൾ വേൾഡ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാവരും അത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോൾ അടിക്കുന്നത് ഫിഫയല്ല, റഫറിയും അല്ല. പക്ഷേ നിങ്ങൾക്ക് ഗോള് പോസ്റ്റ് വരെ അടിക്കാനുള്ള സാധനം എത്തിച്ചു തന്നാൽ പിന്നെ നിങ്ങൾക്ക് അടിക്കാമല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള എതിർപ്പാണ്. മെസ്സി ഗോട്ടാണെന്നോ. സ്പെയിൻ അടിക്കണം, ദേ ആർ പ്ലേയിങ് വെൽ. അവർ ഈ പറഞ്ഞ പോലെ ഡിഫൻസും സൂപ്പറാണ്, അവരുടെ അറ്റാക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പെയിൻ അടിക്കണം. നിങ്ങളുടെ വിശ്വാസം? കപ്പടിക്കാൻ എൻ്റെ ഇതിലൊരു സ്പെയിൻ അടിക്കും, ഒരു ഗോളിന്.
അർജന്റീന ഒന്നും ഗോളിടുന്ന അടിക്കൂല. അടിക്കാൻ ചാൻസ് ഉണ്ടാവും, പക്ഷെ അടിക്കാൻ കഴിയില്ല, അവർക്ക് സമ്മതിക്കില്ല. ഒരു പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. ജയം സ്പെയിനാണ് ഞാൻ കാണുന്നത്. ഈ സ്പെയിന് 1-0 ജയിക്കുന്നത്. ആ ഗോൾ ആരായിരിക്കും അടിക്കുക? ഗോള് ചിലപ്പം ലാമിൻ്റെ സപ്പോർട്ടോട് കൂടി, അവനൊക്കെ അടിക്കാൻ കഴിയില്ല, സപ്പോർട്ടോട് കൂടി അടിക്കും. ഈ ലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി കുളിപ്പിച്ച കുട്ടിയാണ്. അതെ, മനസ്സിലായി. അപ്പോൾ അവർക്കൊരു ആവേശം ഉണ്ടാവും. മറ്റവർക്ക് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓവർ കോൺഫിഡൻസ് അർജൻറ്റീനയൊക്കെ. അത് ചിലപ്പോൾ അത് തോൽവിയിലേക്കുള്ള ഒരു പോക്കായിരിക്കും. അഹങ്കാരമുണ്ട് കുറച്ച്. അതാണ് നമ്മൾ വേൾഡ് കപ്പിൽ നമ്മൾ ബ്രസീൽ ഫാനാണോ? മെസ്സിയുടെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ജയം പ്രയാസമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. സ്പെയിന് 3-2. സ്പെയിന് ഒരു ഗോൾ മുന്നിട്ട് നിൽക്കും, ഷുവർ. ഈ 3 ഗോളുകളെ ആരൊക്കെയായിരിക്കും അടിക്കുക? പേരേക്കല്ല. അതായത് സ്പെയിന് ജയിക്കും. ഇപ്രാവശ്യം അർജന്റീന പരാജയപ്പെടും, സാധ്യത അങ്ങനെയാണ്. ആരെ ഇഷ്ടപ്പെട്ട ടീം? എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ കളി കണ്ടിട്ട് സ്പെയിനാണ് സാധ്യത. സ്പെയിൻ തന്നെ. അർജന്റീന പ്രാവശ്യം വളരെ മോശമായിരിക്കും തോന്നുന്നു. പറയാൻ പറ്റില്ല, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അടുത്താണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. ഞങ്ങൾ കാണുന്നത് സ്പെയിനാണ്. 2-1 സ്പെയിൻ ജയിക്കും. ഏതാ ഇഷ്ടപ്പെട്ട ടീം? ടീം 2 ടീമും ഇഷ്ടപ്പെട്ട ടീം തന്നെയാണ്, അങ്ങനെ അതൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണുന്നത് സ്പെയിനാണ്. ഈ അർജന്റീനയെ അവസാന നിമിഷമൊക്കെ തിരിച്ചു വരാൻ ഭയങ്കര അതുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ കളിയിൽ അവസാനം കിട്ടുന്ന ആ ചാൻസ് അവർ നല്ല കളിയാണ്. ഫൗളാണ് കൂടുതലായിട്ട്, മെയിനായിട്ട്. അങ്ങനെ പ്രശ്നം. അതെ അതെ. അർജന്റീന കളി ഇല്ല എന്നല്ല, അർജന്റീന പക്കയാണ്. പക്ഷേ സ്പെയിനാണ് ഇപ്രാവശ്യം കപ്പടിക്കുക. അർജന്റീന കൊണ്ടുപോകും. കാരണം നല്ല കളിയാണ് ലാസ്റ്റ് വെച്ച് കളിച്ച്. ആ ടീം ആയിക്കോട്ടെ. ലെക്ക് അർജന്റീനക്കാ. കളി ഇല്ല, ലാസ്റ്റ് കളി നല്ല കളിയുണ്ട്. ഇഷ്ടപ്പെട്ട മെസ്സി കൊണ്ടുപോകണം. ആ, അത്ര ഇഷ്ടമാണ്. ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഫ്രാൻസിസ് റോഡ്. ഫ്രാൻസിസ് റോഡ് അതുപോലെ നൈനാം വളപ്പാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ഫുട്ബോൾ പ്രേമി. അതെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ നൈനാം വളപ്പ് നമ്മളെ അയൽവാസം തന്നെ. ഓ, അർജന്റീന നമ്മളെ ഫാനാണ്, ഉള്ളിലുള്ള ഫാനാണ്, അത് മായില്ല. അതെ. ഈ ചായക്കടകളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അത് രാഷ്ട്രീയമായിക്കോട്ടെ, കായികമായിക്കോട്ടെ. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ചർച്ചകളായാലും. ഫുട്ബോൾ പ്രേമിയല്ലേ? അത്യാവശ്യം. പിന്നെ എവിടെ നാട്? ഞാനിവിടെ. ഈ ഫൈനലാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ ആർക്കാ സാധ്യത? ആർക്കാ? അർജന്റീന. ഇഷ്ടപ്പെട്ട ടീം അർജന്റീന. അർജന്റീന അർജന്റീന ഫാനാണ്. എന്താ അവസ്ഥ? അർജന്റീന എന്തായാലും ജയിക്കും. അർജന്റീന ഒരു 70 മിനിറ്റൊക്കെ ശരിക്കും കളിക്കുന്ന അവസാനമാണ് കളി പുറത്ത് വരുള്ളൂ. ഫൈനൽ അതൊക്കെ വെറുതെ പറയാം, കിട്ടാത്തവർ വെറുതെ പറയാം. അർജന്റീന തന്നെ. അർജന്റീന ഫാൻസിന്റെ സംഘമാ. ഫാന് അർജന്റീന അല്ല, ബ്രസീലാണ്. ബ്രസീലാണല്ലേ? ചെറിയ സങ്കടം ഉണ്ടോ? ഇപ്പോൾ ഒരു ട്രോള് കണ്ടെന്താണെന്നറിയോ? ഈ ബ്രസീൽ ഫാൻസ് ആരുടെ കൂടെ നിൽക്കുന്നോ അവർ തോക്കുന്നുള്ളതാണ്. ആണോ? കളിച്ചാൽ ജയിക്കുക, അത്രേ ഉള്ളൂ. 2-1 വിക്ടറി ഫോർ സ്പെയിൻ. അതിന് കാരണം 6th വേൾഡ് കപ്പാണ് മെസ്സിയുടെ, ലാസ്റ്റ് വേൾഡ് കപ്പ്. അതിൽ വിജയിച്ചു പോകില്ല മെസ്സി. ഈസ് മൈ ചലഞ്ച്. മെസ്സിയോട് വളരെ ദേഷ്യമല്ല, ഒരാളുടെ ഹൈപ്പിൽ ഏറ്റവും അവസാനം ഒന്നിലാൾ ഡൗൺ ചെയ്ത് ഇറങ്ങിപ്പോവും. അതൊരു ലോക നിയമമാണ്. ഇത്രയും നാൾ കത്തിയാ നിന്നിരുന്നത്. മെസ്സിക്കും ബാധകമാണ്. അതുകൊണ്ട് മെസ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ചലഞ്ച് പറഞ്ഞത്. ലോക നിയമത്തിൻ്റെ ഒരു നോർമൽ. വേറെ ഈ മെസ്സി കുളിപ്പിച്ച കുഞ്ഞാണ് ലാമിൻ യമാൽ. ആ ലാമിൻ യമാൽ മെസ്സിയെ തിരിച്ച് കുളിപ്പിക്കുന്നതാണോ? ഉറപ്പായിട്ടും. അങ്ങനെയല്ലേ മക്കളല്ലേ അപ്പന്മാർ മുകളിൽ കയറുന്നേ? തീർച്ചയായും. വെരി കോൺഫിഡൻറ്റ്. 2 ടീമുകളും ഒരേ സ്ട്രോങ് ആണ്. സ്പെയിൻ അന്ന് വിചാരിച്ച് നമുക്ക് സ്പെയിനെയും തള്ളി കളയാൻ പറ്റില്ല, അർജന്റീനയും തള്ളി കളയാൻ പറ്റില്ല. സാധ്യത പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായും സെമി ഫൈനൽ നമ്മൾ കണ്ടതാണ്. അർജന്റീന ഹേറ്റേഴ്സ് പറഞ്ഞ് നടന്നിരുന്നൊരു കാര്യമുണ്ട്, ഇത്ര കാലം ടീമിന് ഇതുവരെ കിട്ടിയില്ല, സെമിയോട് കൂടിയാണ് നിങ്ങൾക്കൊരു ടീം എന്ന ലെവലിലേക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് മെസ്സിയും പിള്ളേരും. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും. അലിക്ക ഫുട്ബോൾ ആരാധകനാണ്. അർജന്റീനയുടെ ആളല്ലേ? അർജന്റീനയുടെ ആളാണ്. നമ്മളെ പുരയുള്ളൊരു അർജന്റീനയുടെ ആളാണ്. അതിന് സാധ്യത അവർക്ക് തന്നെ ഉണ്ട്.
അവർക്ക് തന്നെയാണ്. സ്പെയിനിനൊക്കെ നല്ല സാധ്യത പറയുന്നു. ഇല്ല അതൊക്കെ വെറുതെ പറയാ. ഇന്നലെ കണ്ടില്ലേ, തോറ്റോണ്ട് ജയിച്ചു വന്നില്ല അവർ. അല്ല, ശരിക്കും അർജന്റീന ഫിഫ ടീമാണോ? നല്ല ടീമാണ്. അല്ല, ഫിഫയുടെ ടീമാണോ? ഈ എതിരാളികൾ ആരോപിക്കുന്നുണ്ട്. ഇല്ല സഹായിക്കുന്നുണ്ട്. അതൊന്നുമില്ല, വെറുതെ പറയാ, അസൂയ പറയാ. ഫുട്ബോളാണ്, ലോകകപ്പ് ഫൈനലാണ്, ഇനി മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആർക്കാണ് സാധ്യത? അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കളിക്കുമ്പോൾ സ്പെയിൻ അടിക്കണമെന്നാണ്. അർജന്റീന ഈജിപ്തിനോട് കളിച്ച ഈ കളി കണ്ടപ്പോൾ തന്നെ അർജന്റീനയോടുള്ളൊരു ഇത് ബന്ധം പോയി. കാരണം ഈജിപ്ത് ജയിക്കേണ്ട കളിയായിരുന്നത്. അപ്പോൾ ഒരു ചെയ്ത കാര്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കണ്ടതാണല്ലോ കളി. അപ്പോൾ ഈജിപ്റ്റ് ജയിക്കേണ്ട കളി അർജന്റീന ജയിച്ചു. അപ്പോൾ നമ്മളിനി സ്പെയിന് സപ്പോർട്ട് ചെയ്യാം. സ്പെയിൻ ജയിക്കട്ടെ. സ്പെയിനാണ്. അർജന്റീന ഈ ആരെ ഇഷ്ടപ്പെട്ടത്? പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട താരമൊന്നുമില്ല. പക്ഷേ നല്ല സ്വഭാവം എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ലൊരു പ്ലെയറാണ്. നല്ല ചൂട് ചായ, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ചായയുടെ അതേ സ്വഭാവമാണ്, നല്ല ചൂടും സ്ട്രോങ്ങുമുള്ള ഒരു പോരാട്ടമായിരിക്കും ഇത്തവണ ഫൈനലിൽ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നു. നന്നായി കളിക്കുന്നവർ എന്തായാലും വിജയിക്കട്ടെ. ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രണ്ട് ടീമിനും സാധ്യതകൾ പറഞ്ഞവരുണ്ട്. കാത്തിരുന്ന് കാണാം. റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.